രാഹുൽ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇപ്പോൾ മായ രാഹുൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. ആ പ്രതികരണം ഇനി ആ നടപടി ഉൾപ്പെടെയാണ് നമ്മൾ കാണുന്നത്. ഇനി ചെറിയ നടപടിക്രമങ്ങൾ കൂടി മാത്രമാണ് ഇക്കാര്യത്തിൽ പൂർത്തിയാക്കാനുള്ളത്. ഏതാണെങ്കിലും ശ്യാമിലി, പാലായിൽ വലിയ മാറ്റം, അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ല. ജില്ലാ നേതൃത്വം അവസാന ഘട്ടത്തിലും ചില ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. കൗൺസിലർമാരുമായി ചർച്ച നടത്താനൊക്കെ ഉള്ള അതെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു. വിമത കൗൺസിലർമാർ ഒരേ മനസ്സോടുകൂടി ഇപ്പോൾ തീരുമാനത്തിനൊപ്പം നിന്നിരിക്കുന്നു. LDFന്റെ അവിശ്വാസം പാസ്സായതുപോലെ നഗരസഭ ചെയർപേഴ്സണായും ഇത്തരത്തിൽ ഇപ്പോൾ മായ രാഹുൽ എത്തിയിരിക്കുകയാണ്. അത് വലിയ മാറ്റമാണ്, വലിയ അടയാളമാണ്. കേരള കോൺഗ്രസിന്റെ തിരിച്ചുവരവാണ്. അതോടൊപ്പം തന്നെ പാലായുടെ രാഷ്ട്രീയത്തിൽ അത് എങ്ങനെ പ്രതിഫലിക്കുമെന്ന് പറയേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ മധുരം ഉൾപ്പെടെ വിതരണം ചെയ്യുകയാണ്. ഓരോരുത്തർക്കും മധുരം എത്തുന്ന ലഡു ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള നടപടിയാണ്. ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ എന്ന പേരിൽ പേരുകെട്ട, രാജ്യത്താകമാനം ശ്രദ്ധിക്കപ്പെട്ട നഗരസഭ, ആ നഗരസഭയുടെ ചരിത്രത്തിൽ തന്നെ നാൾവഴികൾ പരിശോധിച്ചാൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ചും വലിയ ചർച്ചകൾ, വിവാദങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ള നഗരസഭ. ആ നഗരസഭയിലെ പണ്ടൊരു എയർപോർട്ട് വിവാദം കേരളത്തിലാകെ ചർച്ച ചെയ്തു. അതിനുശേഷമാണ് പിന്നീടൊരു മോഷണ പരാതി ഉയരുന്നത്. ബിജു മാത്യൂസുമായി ബന്ധപ്പെട്ട ഈ വാച്ചുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. വാച്ച് മോഷ്ടിച്ചു എന്നുൾപ്പെടെയുള്ള ബിനു പുളിക്കക്കണ്ടത്തിന്റെ പരാതി. ആ പരാതിയാണ് ഒരുപക്ഷെ ഈ പ്രശ്നത്തെ ഇത്രമാത്രം സങ്കീർണമാക്കി മാറ്റിയത്. അവിടെ നിന്നാണ് ഒരു വലിയ ബിജു മാത്യൂസിന്റെ മാത്രം പ്രശ്നം എന്ന നിലയ്ക്ക് വന്നിരുന്ന കാര്യം ഒരു വിഭാഗം കോൺഗ്രസ് കൗൺസിലർമാരുടെ മുഴുവൻ പ്രശ്നമായി മാറുകയും അവിടെ നിന്ന് ഇതിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചത് അവിടെ നിന്നാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ആ സുപ്രധാനമായ മാറ്റത്തിന്റെ കാരണം അങ്ങനെയാണ്. ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കോൺഗ്രസ് കൗൺസിലർമാരുടെയും അതുപോലെ തന്നെ കോൺഗ്രസ് വിമത കൗൺസിലർമാരുടെയും LDF കൗൺസിലർമാരുടെയും ഒക്കെ സാന്നിധ്യം അവരിവിടെ വലിയ സന്തോഷത്തിലാണ്. എല്ലാവർക്കും മധുരം ഉൾപ്പെടെ ലഡു ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന കാഴ്ച. അതിനുശേഷം ഇരിക്കും ഇത്തരത്തിൽ മറ്റ് പ്രതികരണങ്ങൾ ഉണ്ടാകുക. കോൺഗ്രസിനെ സംബന്ധിച്ച് അല്പസമയത്തിനുള്ളിൽ അവരുടെ ഔദ്യോഗികമായ പ്രതികരണം വരും. അതോടൊപ്പം തന്നെ പുളിക്കക്കണ്ടം കുടുംബത്തിലെ സ്വതന്ത്ര കൂട്ടായ്മയുടെ പ്രതികരണം വരേണ്ടതുണ്ട്. ആ പ്രതികരണങ്ങളെല്ലാം ഇനി ലഭ്യമാകേണ്ടതുണ്ട്. അതിനു മുമ്പ് തന്നെ അവർ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഈ ഹാളിന് പുറത്തേക്ക് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഏതാണെങ്കിലും പാലായിലെ സുപ്രധാനമായ തീരുമാനം അത് നടപ്പിലായിരിക്കുന്നു, അത്ഭുതങ്ങളൊന്നുമില്ലാതെ. ശ്യാമിലി.